അന്ന് 1917 പോർച്ചുഗലിലെ ഫാത്തിമയിൽ വെച്ച് 10 വയസ്സിനിടയിൽ പ്രായമുള്ള ലൂസിയ, ഫ്രാൻസിസ്കോ, ജസീന്ത എന്നീ 3 കുരുന്നുകൾക്ക് പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെട്ട് നരകത്തെക്കുറിച്ചും നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചും കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുത്ത പരിശുദ്ധ അമ്മ 3 രഹസ്യങ്ങളും അവയോടൊപ്പം വെളിപ്പെടുത്തി. ഒന്നാമത്തേത് 1941 പൊതുജനത്തിനായി വെളിപ്പെടുത്തിയ നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ചുള്ള രഹസ്യമായിരുന്നു. കഠോരവേദനയാൽ പൊളയുന്ന മനുഷ്യാത്മാക്കളെ അന്ന് ആ കുരുന്നുകൾ കണ്ടു. പാപവും പാപത്തിന്റെ അനന്തരഫലങ്ങളും നിത്യ നരകാഗ്നിയിൽ മനുഷ്യരെ കൊണ്ടു ചെന്നെത്തിക്കുമെന്നതായിരുന്നു രഹസ്യത്തിന്റെ വിശദാംശം. 1941 തന്നെ പുറത്തുവിട്ട രഹസ്യമായിരുന്നു വരും കാല യുദ്ധത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പും കമ്മ്യൂണിസത്തിന്റെ കടന്നുവരവും. 1917 ലഭിച്ച രഹസ്യം നിവർത്തിക്കപ്പെട്ടത് രണ്ടാം ലോകമഹായുദ്ധത്തിലായിരുന്നു. വൻ ശക്തികളായിരുന്ന അമേരിക്കയും USSRും സഖ്യകക്ഷികളെ അണിനിരത്തുകയും അവസാനം ജപ്പാനിൽ അമേരിക്കയുടെ അണുബോംബ് വർഷത്തോടെ രണ്ടാം ലോകമഹായുദ്ധം അവസാനിക്കുകയും ചെയ്തു. എന്നിരുന്നാലും തീർത്തും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ വഴുതി വീണ റഷ്യ മറ്റ് രാജ്യങ്ങളെയും തന്റെ തെറ്റിലേക്ക് വലിച്ചിഴച്ചു. ക്യൂബ, അൽബേനിയ, ബൾഗേറിയ, ചെക്കോസ്ലോവാക്യ, ഈസ്റ്റ് ജർമ്മനി, ഹംഗറി, പോളണ്ട്, റൊമാനിയ, ചൈന, നോർത്ത് കൊറിയ, നോർത്ത് വിയറ്റ്നാം, സൗത്ത് വിയറ്റ്നാം, ലാവോസ്, കംബോഡിയ, എത്യോപ്യ, മൊസാംബിക്, അൻഗോള, നിക്കരാഗെ, ഗ്രനേഡ, സൗത്ത് യമൻ തുടങ്ങിയ 23 രാജ്യങ്ങളിലേക്കും കമ്മ്യൂണിസത്തിന്റെ വേരുകൾ പടർന്നു. അതോടുകൂടി ഈ വിധ രാജ്യങ്ങളിൽ ക്രിസ്തുവിശ്വാസം അവഹേളിക്കപ്പെടുകയും പ്രവചനത്തിൽ പറഞ്ഞിരുന്നതുപോലെ സഭയ്ക്കും സഭാമക്കൾക്കും കടുത്ത പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അനേകം മനുഷ്യജന്മങ്ങളുടെ സ്വപ്നങ്ങൾ പൊലിഞ്ഞ നാസികളുടെ യുദ്ധകാഹളം മുഴങ്ങിയ പോളണ്ടിൽ നിന്നും യുദ്ധഭീകരതയ്ക്ക് ഇരയായ ഒരു കുഞ്ഞു പൈതലുണ്ടായിരുന്നു. തന്റെ വളർച്ചയ്ക്കൊപ്പം കമ്മ്യൂണിസത്തിന്റെ ഭീകരതയും തെറ്റായ ചിന്തകളും കണ്ടുവളർന്ന അദ്ദേഹം കമ്മ്യൂണിസത്തെ അപലപിച്ച് ലേഖനങ്ങൾ എഴുതി, സെമിനാറുകൾ നടത്തി. അവസാനം പോളണ്ടിൽ നിന്നും പത്രോസിന്റെ പിൻഗാമിയായി 1978 ജൂലൈ 16 തിരഞ്ഞെടുക്കപ്പെട്ടു. ജോൺ പോൾ രണ്ടാമൻ എന്ന് പേപ്പൽ നാമം സ്വീകരിച്ച അദ്ദേഹത്തിന് 1981 മെയ് 13 ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന്റെ 64ാം വാർഷികത്തിൽ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ വെച്ച് തീവ്രവാദ ഗ്രൂപ്പായ ഗ്രേ വൂൾഫ്സിന്റെ അനുഭാവിയായ അലി അഗ്ഗയിൽ നിന്ന് വെടിയേറ്റു. സ്തംഭിച്ചു നിന്ന ജനക്കൂട്ടത്തിൽ നിന്ന് കാവൽക്കാർ പാപ്പായെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. തന്റെ ഘാതകനായി വന്ന അലി അഗ്ഗയോട് ശത്രുക്കളോട് പോലും ക്ഷമിക്കണമെന്ന ക്രിസ്തുവിന്റെ ആഹ്വാനമനുസരിച്ച് പ്രവർത്തിച്ച പാപ്പായുടെ പ്രവൃത്തി ലോകമനസാക്ഷിയിൽ ചലനങ്ങളുണ്ടാക്കി. ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടതനുസരിച്ച് ലോകത്തെ മുഴുവനും പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ച പാപ്പ തന്റെ ദേഹത്തിൽ തുളഞ്ഞുകയറിയ ബുള്ളറ്റ് പോർച്ചുഗലിലെ ഫാത്തിമയിലെ സാങ്ച്വറി ഓഫ് അവർ ലേഡി ഓഫ് ഫാത്തിമയിലേക്ക് ദാനം ചെയ്തു. പിന്നീടത് ഫാത്തിമയിലെ മാതാവിന്റെ കിരീടത്തിലേക്ക് ചേർത്ത് വച്ചിരുന്നു. ലയീരിയയിലെ ബിഷപ്പിന്റെ നിർദ്ദേശപ്രകാരം സിസ്റ്റർ ലൂസിയ 1944 എഴുതി സൂക്ഷിച്ച 1917 മൂന്നാമത്തെ രഹസ്യം വത്തിക്കാന് കൈമാറുകയും സീൽ ചെയ്ത പത്രിക 1957 മുതൽ വർഷങ്ങളോളം വത്തിക്കാനിൽ അനക്കം തട്ടാതെ കാത്തുസൂക്ഷിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് 83 വർഷങ്ങൾക്ക് ശേഷം 2000 ആണ്ടിൽ വത്തിക്കാൻ ഈ രഹസ്യം വിശ്വാസികൾക്കായി വെളിപ്പെടുത്തി. മരണശേഷം ധന്യയായി ഉയർത്തപ്പെട്ട സിസ്റ്റർ ലൂസിയ എഴുതി സൂക്ഷിച്ച ആ രഹസ്യം ഇങ്ങനെയാണ്: ജ്വലിക്കുന്ന വാളുമേന്തിയ ഒരു ദൂതനെ ഞാൻ കണ്ടു. ഉച്ചസ്വരത്തിൽ അവൻ വിളിച്ചു പറയുന്നുണ്ട്, പശ്ചാത്തപിക്കുക, പശ്ചാത്തപിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക. അതിനുശേഷം വെള്ളവസ്ത്രധാരിയായ ഒരു ബിഷപ്പ് കഠോരമായ വെടിയൊച്ചയ്ക്ക് ശേഷം മരിച്ചവനെ പോലെ നിലത്തു വീഴുന്നു. ക്രിസ്തുവിന് രക്തസാക്ഷികളാകുവാൻ കാത്തിരിക്കുന്നവരുടെ ഒരു നിരയെ തന്നെ പരിശുദ്ധ അമ്മ ആ ദർശനത്തിലൂടെ 3 കുരുന്നുകൾക്ക് അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ഇന്ന് മെയ് 13, 2025 ഫാത്തിമയിലെ പ്രത്യക്ഷീകരണത്തിന് ഇന്ന് 108 വർഷം കഴിഞ്ഞിരിക്കുന്നു. അന്ന് 1917 മെയ് മാസം 13 തീയതി പരിശുദ്ധ കന്യകാമറിയം വെളിപ്പെടുത്തിയ പ്രവചനങ്ങളിൽ മിക്കതും നിറവേറി. എന്നാലും അനുതാപമില്ലാതെ നിപതിക്കുന്ന അനേകായിരം പാപികൾ അവസാനം കടന്നു ചെല്ലുവാൻ വിധിക്കപ്പെട്ടിരിക്കുന്ന നിത്യസത്യമായി നിലനിൽക്കുന്ന നിത്യ നരകത്തിന്റെ ദർശനം നമ്മുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ അനുതാപത്തിന്റെ കണ്ണീർ പൊഴിക്കട്ടെ. ഒരിക്കലും തിരിച്ചുവരവില്ലാത്ത നരകമെന്ന യാഥാർത്ഥ്യത്തിൽ ചെന്നെത്താതിരിക്കുവാൻ ആത്മാക്കൾക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും വീഴാതെ കാത്തുകൊള്ളുവാൻ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ തന്നെ പ്രതിഷ്ഠിക്കാം.